വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം മസാല ഇന്ന് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ കൂണെല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് സവോള എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന തക്കാളി 2 എണ്ണം മിക്സിയിലൊന്ന് അരച്ച് പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കാം. പിന്നെ ബേ ലീഫ്, പട്ട അങ്ങനെ മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇവിടെ സവോള ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. പിന്നെ ഞാൻ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും കുക്ക് ചെയ്യുന്നത്. കറിവേപ്പില മൂത്ത എണ്ണയിലോട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. പിന്നെ പട്ട, ഒരു കഷ്ണം ഗ്രാമ്പു, ഒരു കഷ്ണമാണ് ഗ്രാമ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ബേ ലീഫ് ചേർത്തിട്ടുണ്ട്. ബേ ലീഫ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതോടെ ചേർക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ഫ്ലേവർ കിട്ടുമെന്ന് മാത്രം. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള കൂടെ ചേർത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ഇനി ഇതിലേക്ക് മസാലയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം വരെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് അതിനെയും പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ പച്ചമണം മാറിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്രേവി കുറച്ചുകൂടി തിക്കാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ തക്കാളി അരച്ച് ചേർത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൂട്ടിൻ്റെ തക്കാളിയുടെ ഒക്കെ ആ ഒരു പച്ച മണമൊക്കെ മാറി അതിൽ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നവരെ ഞാൻ ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം നമ്മുടെ തക്കാളി കൂട്ടിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും ഉപ്പും എല്ലാം കൂടെ ഈ ഒരു മഷ്റൂമിൽ അല്ലെങ്കിൽ കൂണിലൊന്ന് നന്നായിട്ട് ആയി കിട്ടണം. അതുപോലെ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മഷ്റൂമിലെ വെള്ളമൊക്കെ ഇറങ്ങി തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. എന്താ അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ വെന്ത് നല്ല ഗ്രേവി തെളിഞ്ഞു വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മഷ്റൂം ഗ്രേവിയാണ് കേട്ടോ ഇത്. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. അപ്പം ആ ഒരു മഷ്റൂമിലെ വെള്ളം മാത്രമാണ് ഇറങ്ങിയത് കുക്കായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി ആയിട്ട് കിട്ടും. എനിക്ക് ഈ ഒരു പരുവാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.